എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു പ്രത്യേകതരം വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ മുമ്പേ കരുതിയതല്ല, പക്ഷേ എനിക്കങ്ങനെ ചെയ്യേണ്ടി വരുന്നു. നമ്മൾ വിട്ടുപോയ നമ്മുടെ ഒരു മുത്തുണ്ടായിരുന്നു, ഒരു ചാരക്കുടിക്കാരൻ. പേര് കലാഭവൻ മണിയെന്ന് നമ്മൾ പറയും. നമുക്കിഷ്ടമുള്ള ഒരുപാട് നാടൻ പാട്ടുകളൊക്കെ നമ്മളെ സമ്മാനിച്ച് നമ്മളെ പാടിക്കേൽപ്പിച്ചു. ഇന്ന് ജനലക്ഷങ്ങളും കുട്ടികൾ വരെ അത് മൂളിക്കേൾക്കുന്നുണ്ട്. അത് ഇനി എങ്ങനെ ആര് വിചാരിച്ചാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മിൽ നിന്നും മാറിപ്പോകില്ല, എപ്പോഴും നമ്മുടെ മനസ്സിൽ ജീവിച്ചു കൊണ്ടിരിക്കും. ഒരു നിമിഷം നമ്മുടെ കേരളത്തിലൊന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ വരികൾ, ചാലക്കുടിച്ചന്തയെന്ന് തുടങ്ങുന്നൊരു ചാലക്കുടിച്ചന്തയ്ക്ക് പോരുമ്പോൾ ഒന്ന്, പിന്നെ മിന്നാമിനിങ്ങെ മിന്നുന്നതിൻ്റെ, ഇങ്ങനെയൊക്കെയുള്ള എത്രയോ കവിതകൾ, നാടൻ പാട്ടുകൾ നമ്മളെ കേൾപ്പിച്ചു. എത്രയോ പേർ അതിൽ മതിമറന്നു. ആ ഒരു പ്രതിഭയെ ചില ദിവസങ്ങളിൽ ചിലർ മറന്നു പോകുന്നു എന്നുള്ളൊരു വേദന പലരും ഈയിടയ്ക്കുണ്ടായി. നമുക്കറിയാം, ഈയിടയ്ക്ക് വേടൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ കുറച്ച് പ്രോഗ്രാമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആ നല്ല ചെറുപ്പക്കാരനാണ്. ഒത്തിരി എന്താ പറയുക, സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കുറേ കൂടുതൽ മ്യൂസിക്കിൻ്റെ പ്രഷറൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ, അതായത് മൈക്കൽ ജാക്സൺ മോഡലുള്ള പ്രോഗ്രാമൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് കാണിക്കുന്നു. നല്ലത് തന്നെ, ഞാനതിന് കുറ്റം പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നു, ഈ പാഠശാല ഭാരവാഹികൾ ഈ വേടൻ്റെ വരികൾ യൂണിവേഴ്സിറ്റിയിൽ എന്തോ തിസീസിനൊക്കെ ഏർപ്പെടുന്നു, അത് പാഠപുസ്തകങ്ങളിൽ ഏർപ്പെടുന്നു, ഇങ്ങനെയൊക്കെ കേൾക്കുന്നു. അത് ശരിയാണെങ്കിൽ അതൊട്ടും ശരിയല്ല, അത് തെറ്റാണ്. കാരണം ഈ വേടൻ്റെ പാട്ടുകൾ ഞാനും ചില സമയം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉണ്ടാകുന്ന കലാമൂല്യങ്ങൾ, അതിൻ്റെ വരികൾ, ലിറിക്സ്, മണി പാടിയ പാട്ടും മണിയുടെ ആ നാടൻ പാട്ടുള്ളതുമായിട്ടും ഡേ നൈറ്റ് വ്യത്യാസമാണ്. വേടൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു പർട്ടിക്കുലർ പാർട്ടിയെ മാത്രം കേന്ദ്രീകരിച്ച് ചെയ്ത ചില വരികളാണ്. അത് തെറ്റാണ്. മണിക്ക് അതിനേക്കാളും കൂടുതൽ ശേഷം മണിക്ക് കേരളക്കാരുടെ മനസ്സറിയാം. കേരളം എത്ര സിവിലൈസ്ഡാണ്, എത്ര വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് മണിക്കറിയാൻ പറ്റും. പക്ഷേ വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അറിയില്ല. തീർച്ചയായിട്ടും എനിക്കത് പല രീതിയിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. വേടൻ ഇനിയും വളരാനുണ്ടത്, ഇനി എത്തണം. പക്ഷേ നമ്മുടെ മണിയോടൊപ്പം എത്താൻ സാധിക്കാത്ത ഈ ചെറുപ്പക്കാരന് കൊടുക്കുന്ന ആ ഒരു അംഗീകാരം എന്തുകൊണ്ട് കലാഭവൻ മണിക്ക് കൊടുക്കുന്നില്ല? ഈ ഇരട്ടത്താപ്പ് നയം ഒന്ന് ഈ യൂണിവേഴ്സിറ്റിക്കാരൊന്ന് വ്യക്തമാക്കി തരണം പബ്ലിക്കിന്. അത് മാത്രമല്ല, ഈ നാടൻ കവിതകൾ ഒത്തിരി വലിയ നല്ല രീതിയിൽ എഴുതുന്ന എത്രയോ കലാകാരന്മാരെന്ന് കേരളത്തിൽ ജീവിതമുണ്ട്. മണി ആ വരികളെ നല്ല ഈണത്തിൽ നമുക്ക് കേൾപ്പിച്ചു, ആസ്വാദകരമായ രീതിയിൽ നമ്മളെ കേൾപ്പിച്ചു. അദ്ദേഹം നമ്മൾ വിട്ടു പോയി, അതിന്ന് നിലനിൽക്കുന്നു. ഞാൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കാകെ പറയാൻ ഇതേ ഉള്ളൂ. നമ്മളെല്ലാവരും കൂടി യൂണിവേഴ്സിറ്റിക്കാരോട് പറയുക, വേടന് കൊടുക്കുന്ന പരിഗണനയ്ക്ക് മുൻപായി, ആ വേടന് കൊടുക്കുന്ന പരിഗണനയെക്കാളും ഏറ്റവും മുകളിൽ കൺസിഡർ ചെയ്തേണ്ടത് കലാഭവൻ മണിയെയാണ്. കാരണം കലാഭവൻ മണിയുടെ കലാവിരുതുകൾ വേടനിൽ എത്തേണ്ട സമയം ആയിട്ടില്ല. വേടൻ വളരണം, പക്ഷേ സമയമുണ്ട്. വേടൻ ഈ കാണിക്കുന്ന പ്രോഗ്രാം ഏതോ ഒരു ജാതിക്കാരെ ഹൈലൈറ്റ്, അത് വേടൻ എന്നുള്ളൊരു ജാതി തന്നെ വെച്ചോളൂ. പക്ഷെ അതിനെ ഹൈലൈറ്റ് ഇത്ര ഇത് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരു എന്താ പറയുക, കേരളം എന്ന് പറഞ്ഞാൽ കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവരാണ്. ഇവിടെ നമ്മളെ ജാതിയും മതമൊക്കെ മുൻകാലങ്ങളുണ്ട്. ഇപ്പോൾ അതൊന്നും ആരും കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ചില ഒരു ജാതിയുടെ പേരും ഉയർത്തി വന്നാൽ നാളെ ക്രിസ്ത്യാനിയും തുടങ്ങും, ക്രിസ്ത്യാനിപ്പാട്ട്. അപ്പോൾ അതും യൂണിവേഴ്സിറ്റിയുടെ ഗ്രന്ഥങ്ങളിൽ ചേർക്കേണ്ടി വരും. മുസ്ലിം
ഇസ്ലാമും തോൽക്കും, ഹിന്ദുക്കളും നോക്കും, വേടനും നോക്കും, പറയനും നോക്കും, പുലയനും നോക്കും, നായർ. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നല്ല കാര്യമല്ല. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു സമയമല്ല, നമുക്ക് അതിന് യോജ്യമായ ഒരു കാര്യമല്ല. ഭരണകൂടത്തിനും നമ്മുടെ ഹാർമണിക്കും വളരെ ദോഷം ചെയ്യുന്ന സംവിധാനങ്ങളാണ്. അതുകൊണ്ട് വേടനെ വേടൻ്റെ വഴിക്ക് വിടുക, മണിയെ മണിയുടെ വഴിക്ക് വിടുക, കലാകാരൻ അവരുടെ വഴിക്ക് വിടുക. അവരെ കൂട്ടി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ആ ബുക്കിലൊന്നും അവരുടെ പേരും വരികളും ചേർക്കാതെ, അങ്ങനെ ചേർക്കണമെങ്കിൽ എല്ലാവരുടെയും ചേർക്കുക. ഏറ്റവും മുൻപായിട്ട് അത് കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ കലാഭവൻ മണിയായിരിക്കണം. അതിൽ യാതൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. സോ തൽക്കാലം ഇവരാരെങ്കിലും യൂണിവേഴ്സിറ്റിക്കാർ ഇതിനെപ്പറ്റി ഈ വേടൻ്റെ വരികളെ ഏതെങ്കിലും പാഠപുസ്തകത്തിൽ എഴുതി തുന്നിപ്പിടിച്ച് ചേർക്കാൻ ചെയ്യുന്നെങ്കിൽ അത് ബുദ്ധിയല്ല, അത് നല്ല കാര്യമല്ല. അങ്ങനെ ചെയ്ത് അതിനു മുമ്പായി ചേർക്കേണ്ടത് കലാഭവൻ മണി നമുക്ക് സമ്മാനിച്ച നാടൻ പാട്ടുകളുടെ വരികൾ, അതായിരിക്കും യൂണിവേഴ്സിറ്റിയും പാഠപുസ്തകം എഴുതി ചേർക്കേണ്ടത്. സോ ദയവേദി വിദ്യാഭ്യാസം വകുപ്പിരിക്കുന്നവർ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ആൾക്കാരെ അങ്ങനെ പെട്ടെന്ന് ഇഗ്നോർ ചെയ്യരുത്. ഒരു വലിയ പ്രതിഭയായിരുന്നു കലാഭവൻ മണി. ആ മനുഷ്യനെ ഓർക്കുക. എത്രയോ പേർ ഇന്നും ആരാധിക്കുന്നു. അങ്ങനെ വിസ്മരിക്കരുത്. വേടൻ ഓക്കെ, ഈസ് യങ് മാൻ, നല്ലത് തന്നെ, വളരട്ടെ. എന്നാലും മണിയോടൊപ്പം എത്താൻ ഇനിയും സമയം വേണ്ടേ? അതിനു മുമ്പായിട്ട് നിങ്ങൾ മണിക്ക് വേണ്ട അംഗീകാരം കൊടുക്കുക. അത് കഴിഞ്ഞ് വേടനെ കൺസിഡർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കൺസിഡർ ഇതിന് വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്ത് ഗവൺമെൻറ് സെക്ടർ ഇതിനെപ്പറ്റി ഒരു എന്താ പറയുക, നമ്മളൊരു എല്ലാ വ്യക്തികളും ഒരു അപ്പീൽ കൊടുക്കണം. പ്രത്യേകിച്ച് ആ വിദ്യാഭ്യാസ മേഖല കൈയാളുന്ന മേലാളന്മാരോട്. അവർക്കെന്തോ എന്താ പറ്റിയെന്നറിയില്ല. അവരുടെ ബുദ്ധി ഒന്ന് വികസിക്കട്ടെ, നല്ല രീതി വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കാണാം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ JK കുമ്പക്കാരൻ. താങ്ക് യു.